നമസ്കാരം. 1990 ജനുവരി 25-ന് ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശത്തുള്ള റാവൽപോറയിൽ വെച്ച് വ്യോമസേനാംഗങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ വിഘടനവാദി നേതാവ് യാസിൻ മാലിക് പ്രധാന ഷൂട്ടറായി ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷന് നിർണായക ദൃക്സാക്ഷിയുമാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. ആക്രമണം നടക്കുമ്പോൾ ഭീകര സംഘടനയായ JKLF-ന്റെ നേതാവായിരുന്നു മാലിക്. ദില്ലിയിലെ തീഹാർ ജയിലിൽ നിന്ന് ശ്രീനഗറിലെ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രധാന കക്ഷിയായ രാജർ ഉമേശ്വർ സിംഗ് മാലിക്കിനെ തിരിച്ചറിഞ്ഞത്. 2018 മുതൽ മാലിക്കിനെ തീഹാർ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. യാസിൻ മാലിക്കിന്റെ നേതൃത്വത്തിൽ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ അന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ രവി ഖാനും മറ്റു 3 പേരും കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിൽ 1990-ൽ മാലിക് അറസ്റ്റിലായിരുന്നു. അതേ വർഷം തന്നെ CBI കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പിന്നീട് വിചാരണ ഇഴഞ്ഞു. വിഘടനവാദി നേതാവിനെ 1994-ൽ മോചിപ്പിക്കുകയും 1995-ൽ അയാളുടെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. മോചിതനായ ശേഷം JKLF-നെ മാലിക് വിഭജിക്കുകയും അക്രമരഹിത വിഘടനവാദി വിഭാഗത്തെ നയിക്കുകയും ചെയ്തു. സ്ഥാപകൻ അമാനുല്ല ഖാനാണ് അക്രമസക്തമായ വിഭാഗത്തെ നയിച്ചത്. ആരാണ് യാസിൻ മാലിക് എന്നറിയണ്ടേ? ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകനായി ആരംഭിച്ച യാസിൻ മാലിക് തീവ്രവാദത്തിലേക്ക് മാറുകയും 1990-കളുടെ മധ്യത്തിൽ മുഖ്യധാര വിഘടനവാദത്തിൽ ചേരുകയും ചെയ്തു. 1989-ൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഫ്തി മുഹമ്മദ് സായിദിന്റെ മകൾ റുബയ്യ സായിദിനെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഇയാൾ പ്രതിയാണ്. 2019 മാർച്ചിൽ KJLF-നെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും 2019 ഏപ്രിൽ തീവ്രവാദ ഫണ്ടിംഗ് കേസുമായി ബന്ധപ്പെട്ട് മാലിക്കിനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.